വെൽക്കം. റഹ്മാനാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ പറ്റിയുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ മൈക്രോബയോളജി ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ പാത്തോജെനസിസ് ഓഫ് ദ ഡിസീസ്, ടൈപ്സ് ഓഫ് ട്യൂബർകുലോസിസ്, അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആയിട്ട് നമ്മൾ എല്ലാ വർഷവും മാർച്ച് 24 നമ്മൾ ആചരിക്കുന്നുണ്ട്. ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം ട്യൂബർക്കുൽ ബാസില്ലൈ, അതിനെ കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ച് ആണ്. റോബർട്ട് കോച്ച് ആണ് ഇത് കണ്ടുപിടിച്ച് 1882 കോസേറ്റീവ് ഓർഗാനിസമായിട്ട് കണ്ടെത്തിയത്. ആൻഡ് മനുഷ്യരിൽ ടി ബി ഉണ്ടാക്കുന്ന വിവിധ തരം മൈക്കോബാക്ടീരിയകൾ ഉണ്ട് എന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ മൈക്രോബയോളജിയിൽ പറഞ്ഞായിരുന്നു. ആൻഡ് ഇതിനെല്ലാം ചേർത്ത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് കോംപ്ലക്സ് എന്നാണ് നമ്മൾ വിളിക്കുക. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് കോംപ്ലക്സ് എന്ന് നമ്മൾ പറഞ്ഞു. വിവിധ ഓർഗാനിസം പറഞ്ഞു. പെൻ ഓർഗാനിസം ഒന്നും കൂടി പറയാം. ഏറ്റവും പ്രധാനി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ പശുക്കൾ, കന്നുകാലികളിലൊക്കെ ഉണ്ടാക്കുന്ന മൈക്കോബാക്ടീരിയം ബോവിസ് ഉണ്ട്, അതും മനുഷ്യനിൽ ഉണ്ടാക്കാം. പിന്നെ പ്രധാനമായിട്ട് ഉണ്ടാക്കാവുന്നത് ഒന്ന് ആഫ്രിക്കാനം ഉണ്ടാക്കാം, ദെൻ കാപ്രേ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ടാക്കാം, ദെൻ കാനറ്റി എന്ന് പറയുന്ന സ്പീഷീസ് ഉണ്ട്, ദെൻ സുരിക്കാറ്റേ എന്ന് പറയുന്ന ഒരു സ്പീഷീസ്, ദെൻ മുങ്കി. സോ ഇങ്ങനെയൊക്കെയുള്ള പല ഓർഗാനിസം എല്ലാം കൂടി ചേർന്നാണ് ഈ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആൻഡ് അതിൽ തന്നെ നമുക്കറിയാം ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ബോവിസ് ആയിരിക്കും. ടി ബി ഒരു സാംക്രമിക രോഗമാണ്, പകരുന്ന രോഗമാണ്. സോ ഇറ്റ്സ് എ കണ്ടേജിയസ് ഡിസീസ് ആണ് ടി ബി. സോ അതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വായുവിലൂടെയുള്ള പടരലാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എയർബോൺ ആണ് എന്ന് പറയും. സോ എയർബോൺ ഡിസീസ് ആണ് പ്രധാനം. ആൻഡ് എങ്ങനെയാന്ന് വെച്ചാൽ ഇൻഹലേഷൻ ഓഫ് എയ്റോസോൾ, രോഗമുള്ള സംഭവം എയ്റോസോളായി കണ്ടെയ്നിങ് ട്യൂബർക്കുൽ ബാസിലെ എങ്ങനെയൊക്കെ പകരും? വയക്കാഫ് ചുമയിലൂടെ പകരാം, ദെൻ തുമ്മൽ ഓർ സ്നീസിംഗിലൂടെ പകരാം, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തുപ്പൽ, കഫം ഒക്കെ തെറിച്ചും മറ്റും അടുത്ത മനുഷ്യരിലേക്ക് പകരുന്നതാണ് ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇന്നോക്കുലേഷൻ വഴി പകരാം, ഡയറക്റ്റ് സ്കിൻ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്ഷ്യസ് പേഴ്സൺ ഓർ ഇൻഫെക്ഷ്യസ് സ്രവങ്ങളുടെ കോണ്ടാക്റ്റിൽ പകരാം. മൂന്നാമത്തത് ഇൻജെക്ഷൻ ആണ്. ഇൻജെക്ഷൻ എന്ന് പറയുമ്പോൾ സ്വാളോയിങ് ഓഫ് സ്പൂട്ടം ഇൻ ചിൽഡ്രൻ, കുട്ടികളിലൊക്കെ അങ്ങനെ പകരാം, ഇൻഫൻസിൽ. ദെൻ കൺസംഷൻ ഓഫ് അൺപാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് വെച്ചാൽ മിൽക്ക് ഫ്രം ഇൻഫെക്റ്റഡ് കൗ, അങ്ങനെയൊക്കെയുള്ള അത്, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് മിൽക്ക് നമ്മൾ കുടിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും രോഗം പകരാം അല്ലെങ്കിൽ രോഗം ഉണ്ടാക്കാം. അപ്പോൾ എന്തെല്ലാമാണ് റിസ്ക് ഫാക്ടേഴ്സ്, രോഗം പിടിപെടാൻ കൂടുതൽ സാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ, വൺ, സ്പ്യൂട്ടം പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ സ്പ്യൂട്ടം, അത് രോഗം വേഗം പകർത്തും. നെഗറ്റീവ് ഉള്ള ആൾക്കാരെയൊക്കെ അപേക്ഷിച്ച് ഇത് കൂടുതൽ പകർത്തും. സോ ഇവരായിട്ട് ഇടപഴകുന്നത് ശ്രദ്ധിക്കണം. ദെൻ സ്പ്യൂട്ടമിലെ ബാസിലറി ലോഡ് എന്ന് പറയുന്നത് 10⁴ ബാസില്ലൈ പെർ ml കൂടുതലുണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് കൂടുതൽ ട്രാൻസ്മിഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. മൂന്നാമത്തത് ഓവർ ക്രൗഡിങ്. ഓവർ ക്രൗഡിങ് എന്ന് പറയുമ്പോൾ പൂർലി വെന്റിലേറ്റഡ് റൂമിൽ രോഗമുള്ളവരുടെ സാന്നിധ്യമുണ്ടെങ്കിൽ വേഗത്തിൽ രോഗം പകരാം. നാലാമത്തത് ലോ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉള്ളവർ, ഉദാഹരണം HIV രോഗികളോ അങ്ങനെയൊക്കെയുള്ള ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അഞ്ചാമത്തത് അതർ കോമോർബിഡ് കണ്ടീഷൻസ്, കോമോർബിഡ് ആയിട്ടുള്ള മറ്റ് കണ്ടീഷൻസ് ഉള്ള, ഉദാഹരണത്തിന് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്, അവയവ മാറ്റിവെക്കൽ അങ്ങനെയൊക്കെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇമ്മ്യൂണോസപ്രസൻസ് കഴിക്കുന്നുണ്ടായിരിക്കും. ദെൻ ഗ്യാസ്ട്രക്ടമൈസ്ഡ് പേഷ്യൻസ്, ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ളവർ, പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള ആൾക്കാർ, IV ഡ്രഗ് അബ്യൂസേഴ്സ്, സ്മോക്കിംഗ് പുകവലിക്കുന്ന ശീലമുള്ള ആൾക്കാർ. സോ ഇവരിലൊക്കെ രോഗം വേഗം പകരാനുള്ള ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ദ റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ പാത്തോജെനസിസ് ഓഫ് ദ ഡിസീസ് പറഞ്ഞാൽ, രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് നമ്മൾ പറഞ്ഞു ഇൻഹലേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ്സ് കണ്ടെയ്നിങ് ട്യൂബർക്കുൽ ബാസിലയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ അപ്പോൾ അത് അൽവിയോളയിലാണ് എത്തുക, ശ്വാസകോശത്തിലാണ്. ശ്വാസകോശം നമുക്കറിയാം ഓക്സിജൻ കൂടുതലുള്ള സ്ഥലമാണ്, ബാക്ടീരിയ ഒബ്ലിഗേറ്റ് എയറോബാണ്, അപ്പോൾ ലങ്സിൽ അത് സർവൈവ് ചെയ്യും കൂടുതലായിട്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി അവിടെ ഉള്ള അൽവിയോളാർ മാക്രോഫേജസ് അല്ലെങ്കിൽ APC സെൽസ്, ഇവയെ കണ്ടെത്തുക. മാക്രോഫേജസിൽ വന്ന് ഇവിടെ ലിപ്പോ അരാബിനോ മന്നാൻ എന്ന് പറയുന്ന ഇതാണ് ബാസിലെങ്കിൽ ലിപ്പോ അരാബിനോ മന്നാൻ ഉണ്ട്. ദെൻ കോഡ് ഫാക്ടർ ഇങ്ങനെയൊക്കെയുള്ള സാധനം മാക്രോഫേജസിന്റെ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കോംപ്ലിമെന്റ് റിസപ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനോസ് റിസപ്റ്റേഴ്സിൽ വന്ന് ഒട്ടിച്ചേരുന്നു എന്നുള്ളതാണ്. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് അറ്റാച്ച്മെന്റ് ആണ്. അറ്റാച്ച്മെന്റ് വിത്ത് മാക്രോഫേജസ് അല്ലെങ്കിൽ മോണോസൈറ്റ്സ്, മാക്രോഫേജസിൽ ഒട്ടിച്ചേരുകയാണ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഇനി ഇതിനെ ഇന്റേണലൈസ്, അകത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. സോ ഇന്റേണലൈസേഷൻ ആണ്. ഇന്റേണലൈസേഷൻ ഓഫ് ബാസിലെ ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അത് മിക്കവാറും C3b പോലുള്ള മീഡിയേറ്റഡ് ഓപ്സണൈസേഷൻ ആൻഡ് ഇന്റേണലൈസേഷൻ ആണ് പ്രധാനമായിട്ടും നടക്കുന്നത്. മറ്റ് കോംപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ട്.
ഉണ്ട്. ആൻഡ് അങ്ങനെ ഇന്റർണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്രോഫേജസ് ഫാഗോസൈറ്റോസിസ് ചെയ്യപ്പെടുന്നു അല്ലെ, ഫാഗോസൈറ്റോസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദേ വിൽ മാക്രോഫേജസ് വിൽ ട്രൈ ടു ഡിസ്ട്രോയ്, ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ലൈസോസോം ഒക്കെ എടുത്ത് വെച്ച് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. സോ ബാസിലെ ലോഡ് കൂടുതലാണ്, സാധാരണ കുറച്ചൊക്കെ ആണെങ്കിൽ ഇതിനങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് പോകും. ഇല്ല, ഇഫ് ദ ബാസിലറി ലോഡ് ഈസ് കൂടുതലാണെങ്കിൽ ഈ ഫാഗോസൈറ്റിനെ മാക്രോഫേജസിന് ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. സോ കാരണം ഫാഗോസോമും ലൈസോസോമും ഇപ്പോൾ ഇതാണ് സംഭവമെങ്കിൽ ഇവിടെ ബാസിലിരിക്കുകയാണെങ്കിൽ ലൈസോസോം ഇവിടെ വരുന്നു, ഈ ഫാഗോസോം ഇവിടെ ഉണ്ട്. ഇതിനെയും കൂടി ചേർക്കുന്ന ആ ഫാഗോസോം ലൈസോസോമും തമ്മിലുള്ള ഫ്യൂഷൻ അത് തടയാനായിട്ട് ഈ ബാസിലയുടെ സെൽ വോളിനും ആൻഡ് ഓൾസോ LAM ലിപ്പോ അരാബിനോ മന്നോസ് അതിനൊക്കെ പറ്റും എന്നുള്ളതാണ്. സോ ഫാഗോ ലൈസോസോം ഫ്യൂഷൻ നടക്കില്ല. അപ്പൊ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഫാഗോ ലൈസോസോം ഫ്യൂഷൻ ഈസ് ഇൻഹിബിറ്റഡ് ആണ്. സോ അതിനെ പറയുന്നത് നമ്മൾ എസ്കേപ്പ് ഓഫ് ലൈസോസോമൽ ഡൈജഷൻ എന്നാണ് നമുക്ക്. സോ സാധാരണ രീതിയിൽ എല്ലാ ഓർഗാനിസവും ഫാഗോലൈസോസോം വഴി നശിച്ചു പോകുമെങ്കിൽ ഈ ബാക്ടീരിയ ഇവിടെ സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. സോ ദേ സർവൈവ് ഇൻസൈഡ് ദ മാക്രോഫേജസ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പൊ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഓഫ്, ഇതിനെ കൊല്ലാൻ പറ്റുന്നില്ല, അപ്പോൾ പുതിയ സെല്ലുകളെ വിളിക്കേണ്ടി വരും. അതാണ് റിക്രൂട്ട്മെന്റ് ഓഫ് സൈറ്റോടോക്സിക് ടി സെൽസ്. സൈറ്റോടോക്സിക് ടി സെൽസിനെ റിക്രൂട്ട് ചെയ്യണം. സോ ദീസ് മാക്രോഫേജസ് വിൽ സ്റ്റിമുലേറ്റ് ദ ടി ഹെൽപ്പർ 1 സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇനി നടക്കുന്നത് നമ്മൾ ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെയാണ്. സോ ഇറ്റ് വിൽ ഫോം ഫൈനലി എ ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ ആണ് നടക്കുന്നത്. നമ്മളിത് പറഞ്ഞ സംഭവങ്ങളാണ്. സോ അപ്പോൾ ദിസ് ടി ഹെൽപ്പർസ് 1 cells will get activated എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ആറാമത്തത് ടി ഹെൽപ്പർ 1 cells ആക്ടിവേഷൻ എന്ന് നമുക്ക് എഴുതാം. സോ അടുത്ത സ്റ്റെപ്പ് ആക്ടിവേറ്റഡ് ടി ഹെൽപ്പർ 1 cells ഓർ CD4+ cells എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ these cells will begin to release cytokines and lymphokines പോലെയുള്ള മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യും. അപ്പോഴത്തേക്കും ബാക്ടീരിയ ഇവിടെ എത്തിയിട്ട് ഒരു 2 to 3 weeks ഒക്കെ ആയിട്ടുണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് പ്രധാനമായും 3 തരം സൈറ്റോകൈൻസ് ആണ് റിലീസ് ചെയ്യുക. ആദ്യത്തേത് ഇന്റർഫെറോൺ ഗാമയാണ്. ഇന്റർഫെറോൺ ഗാമയുടെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ഈ എൻഗൾഫ് ചെയ്ത നമ്മുടെ മാക്രോഫേജസ് ആൻഡ് ചുറ്റും മറ്റ് ഈ ഭാഗത്തേക്ക് ഇൻഫെക്ഷൻ ഭാഗത്തേക്ക് എത്തിയ മാക്രോഫേജസ് ആൻഡ് അതർ മാക്രോഫേജസിനൊക്കെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്തിട്ട് ആൻഡ് ഈ മാക്രോഫേജസിനെ സ്റ്റിമുലേറ്റ് ചെയ്യലാണ് ഇതിന്റെ പണി. സോ ഇത് മൂലം ദിസ് മോണോസൈറ്റ്സ് ഓർ ദിസ് മാക്രോഫേജസിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി മോഡിഫൈഡ് എപ്പിത്തീലിയോയിഡ് സെൽസ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ആൻഡ് എപ്പിത്തീലിയോയിഡ് സെൽസ് എന്ന് പറഞ്ഞാൽ കുറെ കൂടി വലിയ മാക്രോഫേജസ് ആണ്. ആൻഡ് അതിനുശേഷം ഇതേപോലുള്ള വിവിധ എപ്പിത്തീലിയോയിഡ് സെൽസുകൾ കൂടിച്ചേർന്ന് വലിയ ഒരു സെൽ ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഫ്യൂഷൻ ഓഫ് ഡിഫറെന്റ് എപ്പിത്തീലിയോയിഡ് സെൽസ് ടു ബിക്കം എ ബിഗ് സെൽസ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് ലാംഗർഹാൻസ് ജയന്റ് സെൽസ് ഫോർമേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. സോ മോഡിഫൈഡ് മാക്രോഫേജസ് ലൈക്ക് എപ്പിത്തീലിയോയിഡ് സെൽസ് ആൻഡ് ജയന്റ് സെൽസ് ഉണ്ടാകുന്നതാണ് ഈ സ്റ്റെപ്പ് ബൈ ഇന്റർഫെറോൺ ഗാമ വഴിയാണ് നടക്കുക. സോ ഇപ്പോൾ നടുവിൽ നേരത്തെയുള്ള പാരൻകൈമൽ സെൽസ് ഓർ ആൽവിയോളാർ സെൽസ് ഇങ്ങനെയുണ്ട്. അതിന് ചുറ്റും ആദ്യം വന്ന ന്യൂട്രോഫിൽസ് ഒക്കെ ചിലപ്പോൾ കുറച്ച് കണ്ടേക്കും. ആൻഡ് ദെൻ ഇതിനെ ഇന്റർണലൈസ് ചെയ്ത ഫാഗോസൈറ്റ് സെൽ ഉണ്ടാകും. അതിനു ചുറ്റും കുറച്ചും കൂടി വലിയ എപ്പിത്തീലിയോയിഡ് സെൽസ് ഉണ്ടായിരിക്കും. ആൻഡ് ഇതിനു ചുറ്റും എപ്പിത്തീലിയോയിഡ് സെൽസ് കഴിഞ്ഞു ജയന്റ് സെൽസ്. ഇതൊക്കെ എപ്പിത്തീലിയോയിഡ് സെൽസ് ആണെങ്കിൽ ഇടയിൽ ജയന്റ് സെൽസും കൂടി വന്നു എന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ ഈ സെന്റർ ഓഫ് ഗ്രാനുലോമ ഉണ്ടാവുന്നു. ആൻഡ് ദിസ് ഗ്രാനുലോമയുടെ കോർ സെന്റർ ഉണ്ടാവുന്നു. സോ ദിസ് ഇസ് ദ കോർ സെന്റർ ഓഫ് ദിസ് ഗ്രാനുലോമ. ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഇൻഫെക്ഷന്റെ കോർ സെന്റർ ഉണ്ടാകുന്നു. സോ ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേറ്ററി കോർ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത്. ആൻഡ് അപ്പൊ രണ്ടാമത്തെ സൈറ്റോകൈൻ, വാട്ട്സ് ദ സെക്കൻഡ് സൈറ്റോകൈൻ റിലീസ്ഡ് ഈസ് TH1 cells will release ഇന്റർലൂക്കിൻസ് റിലീസ് ചെയ്യുന്നു. 1, 2 പോലെയുള്ള ഇന്റർലൂക്കിൻസ് റിലീസ് ചെയ്യുന്നു. ഇവിടെ ജോലി മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ കോർ സെന്ററിലേക്ക് പുതിയതായിട്ട് ഗ്രാനുലോമയ്ക്ക് ചുറ്റും പുതിയ ടി ലിംഫോസൈറ്റ്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് കോസസ് മൈഗ്രേഷൻ ആൻഡ് proliferation. So second is migration and proliferation of lymphocytes എന്നുള്ളതാണ്. സോ അപ്പൊ നേരത്തെയുള്ള ഈ കോർ സെന്ററിന്റെ ചുറ്റും ഒരു ടി ലിംഫോസൈറ്റ്സ്, വേറെ കളറൊന്നും ഞാൻ എടുക്കുന്നില്ല,
കിടക്കുന്നില്ല, സമയം പോകും. സോ ദിസ് ഇസ് T lymphocytes ആണെന്ന് കൂട്ടുക. സോ ദീസ് ആർ T lymphocytes. സോ ദിസ് ഇസ് ദ കോർ സെന്റർ ആൻഡ് ചുറ്റും ഇപ്പോൾ T lymphocytesന്റെ ഒരു സറൗണ്ടിങ് ലെയർ കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു നിര കൂടി ഇതിനുണ്ടാകും. സോ T സെൽ സറൗണ്ടിങ് ദ കോർ സെൽ, കോർ സെന്ററിന് ചുറ്റും T lymphocytesന്റെ ഒരു ലെയർ. സോ ഇതാണ് ആ ലെയർ എന്ന് വിചാരിക്കുക. എളുപ്പത്തിന് വേണ്ടിയാണ് കളർ മാറ്റി മാറ്റി ഉപയോഗിക്കാത്തത്. ആൻഡ് അപ്പൊ മൂന്നാമത്തെ റിലീസ് ചെയ്യുന്ന മീഡിയേറ്റർ എന്ന് പറയുന്നത് TH1 റിലീസ് ചെയ്യുന്നത് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ആണ്, TNF ആണ്. ആൻഡ് TNF എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ കോർ സെന്ററിന്റെ ചുറ്റും ഉള്ള ഈ ലിംഫോസൈറ്റ്സിന്റെ ചുറ്റും ഒക്കെ ഉള്ള സെല്ലുകളെ, അപ്പൊ ഇപ്പുറത്ത് വേറെ സെല്ലുകൾ ഉണ്ടല്ലോ, ഈ സെല്ലുകളെ ഒന്ന് ആക്ടിവേറ്റഡ് ആകും. ആൻഡ് ദിസ് കോസസ് മൈഗ്രേഷൻ ആൻഡ് proliferation of fibroblasts. So this will stimulate the fibroblasts. ഫൈബ്രോബ്ലാസ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ മൈഗ്രേഷൻ ആൻഡ് proliferation എന്ന് പറയുമ്പോൾ ഫൈബ്രോബ്ലാസ്റ്റിക് ലെയർ ആണെന്ന് വിചാരിക്കുക. ചുറ്റും ഇങ്ങനെ ഫൈബ്രോബ്ലാസ്റ്റുകൾ കൂടുതലായിട്ട് നിറയും എന്നുള്ളതാണ്. സോ ഈ ഫൈബ്രോബ്ലാസ്റ്റ് സെൽ ലെയർ ആകും. സോ ദിസ് ലിംഫോസൈറ്റിക് ലെയറിന്റെ ചുറ്റുമുള്ള നെക്സ്റ്റ് ലെയർ, സോ തേർഡ് ലെയർ ഈസ് ദിസ് ഫൈബ്രോബ്ലാസ്റ്റ് സെൽ ലെയർ. സോ നടുവിലെ ഭാഗം ഇപ്പോൾ നശിക്കാൻ തുടങ്ങും. സോ ദിസ് നടുവിലെ ഭാഗം നശിക്കാനും ചുറ്റുമുള്ള സെൽസിനെ പ്രോലിഫറേറ്റ് ചെയ്യാനായിട്ടും പ്രേരിപ്പിക്കലാണ് ഇതിന്റെ പരിപാടി എന്ന് പറയും. സോ നടുവിൽ ഇപ്പം എന്തുണ്ട്? നടുവിൽ കോർ ആൽവിയോളാർ സെൽസ് ഓർ പാരൻകൈമൽ സെൽസ്, ന്യൂട്രോഫിൽസ് ഉണ്ട്, ബാക്ടീരിയ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ചുറ്റും അതിന് ചുറ്റും മോഡിഫൈഡ് മാക്രോഫേജസ് ഉണ്ട്, ജാൻ സെൽസ്, അങ്ങനെയൊക്കെയുള്ള സെപ്പിത്തിലോയിഡ് സെൽസ്, ജാൻ സെൽസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാണ് കോർ സെന്റർ. സോ ഇതിന് ചുറ്റും ദിസ് ലിംഫോസൈറ്റിക് ലെയർ ഉണ്ട് ആൻഡ് ഇതിന് ചുറ്റും ഫൈബ്രോബ്ലാസ്റ്റ് ലെയർ ഉണ്ട്. സോ ഇതാണ് നമ്മൾ ഹാർഡ് ട്യൂബർക്കിൾ എന്ന് പറയുന്നത്. ഇതാണ്. സോ ഇതിനെയാണ് നമ്മൾ ഹാർഡ് ട്യൂബർക്കിൾ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഇതാണ്. സോ ദ ഇനീഷ്യൽ ഗ്രാനുലോമ കമ്പോസ്ഡ് ഓഫ് സെൻട്രൽ സോൺ വിത്ത് എ ഹാർഡ് സെൻട്രൽ കോർ, അതിനെയാണ് നമ്മൾ ഹാർഡ് ട്യൂബർക്കിൾ എന്ന് പറയും. ഇനിയിപ്പോ ഈ ഹാർഡ് ട്യൂബർക്കിളിന്റെ സെന്ററിൽ, സോ ഈ സെന്ററിൽ ഇപ്പോൾ ഓക്സിജൻ കുറവായിരിക്കും, pH കൂടും. സോ ഇങ്ങടേക്കൊന്നും ഓക്സിജനും ഒന്നും കാര്യമായിട്ട് എത്തുന്നില്ല. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇവിടെ നെക്രോസിസ് ഉണ്ടാകും. ദിസ് കോസസ് കേഷ്യസ് നെക്രോസിസ് നടുവിൽ ഉണ്ടാകും എന്നുള്ളതാണ്. കേസിയേറ്റിംഗ് നെക്രോസിസ് ഉണ്ടാകും. ഓക്സിജൻ കുറവ്, pH കുറവ്, സോ അങ്ങനെയൊക്കെ മൂലം ഓക്സിജൻ ടെൻഷനൊക്കെ കുറയുന്നത് കൊണ്ട്. സോ സെൻട്രൽ നെക്രോട്ടിക് സോൺ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ വിളിക്കുന്നതാണ് സോഫ്റ്റ് ട്യൂബർ. സോഫ്റ്റ് ട്യൂബർ, ഹാർഡ് ട്യൂബർക്കിൾ നൗ ബിക്കം സോഫ്റ്റ് ട്യൂബർക്കിൾ ആയി. സോ ഇതുകൊണ്ടാണ് നമ്മൾ ട്യൂബർക്കുലോസിസ് ഇസ് എ ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ എന്ന് നമ്മൾ പണ്ട് പഠിച്ചത്. ഇതുകൊണ്ടാണ്. ഇതാണ് ഇതിന്റെ സംഭവങ്ങൾ, നടക്കുന്ന സംഭവങ്ങൾ. പിന്നെ ടിബിയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ടിബിയുടെ സ്റ്റേജ് ഓഫ് ഇൻഫെക്ഷൻ പല ഘട്ടങ്ങളിലാണ്. ഒന്ന് ഫസ്റ്റ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ പ്രൈമറി സ്റ്റേജ് എന്ന് പറയാം. സോ ഇവിടെ മൈക്രോ ഓർഗാനിസം ശരീരത്തിലെ ലങ്ങിലെ ആൽവിയോളിലെത്തുന്നു. ഒരു 1 to 2 വീക്സിൽ ഇത് മിക്കവാറും സ്പോണ്ടേനിയസ് ആയിട്ട് ഹീലിംഗ് ആകും, റിസോൾവ് ആകും എന്നുള്ളതാണ്. ചെറിയ സിംറ്റംസ് മാത്രമായിരിക്കും ഉണ്ടാവുക. ആൻഡ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ലേറ്റന്റ് സ്റ്റേജ് ആണ്. ഇവിടെ ബാക്ടീരിയ നമ്മുടെ ഫാഗോസൈറ്റ്സ് അല്ലെങ്കിൽ മാക്രോഫേജസ് എൻഗൾഫ് ചെയ്യുന്നു. പക്ഷെ ഇത് ബാക്ടീരിയയുടെ ഫാഗോസൈറ്റ്സിന്റെ അകത്ത് ഡോർമൻ ഫേസിൽ അങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്, നശിക്കാതെ അവിടെ കഴിയുന്നു. സോ ദീസ് ആർ ഇൻസൈഡ് ദ മാക്രോഫേജസ്. സോ അപ്പൊ സ്പ്രെഡോ ഇൻഫെക്ഷൻ ഒന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ലേറ്റന്റ് സ്റ്റേജിൽ. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആക്റ്റീവ് സ്റ്റേജ് ആണ്. ആക്റ്റീവ് സ്റ്റേജിൽ ഇപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം എപ്പോഴെങ്കിലും വീക്ക് ആയി കഴിഞ്ഞാൽ ബാക്ടീരിയ ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് ആൻഡ് ഷോസ് സിംറ്റംസ് ഓഫ് ദ ഡിസീസ്. സോ ഇങ്ങനെയാണ് 3 സ്റ്റേജ് ആണ്. ഇനി TB പ്രധാനമായിട്ടും 2 തരമാണ്. വൺ ഈസ് പൾമോണറി TB ആണ്. ആൻഡ് ഇതാണ് 60-90% കേസും ഇത് തന്നെയാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് എക്സ്ട്രാ പൾമോണറി TB ആണ്. രണ്ടാമത്തെ കേസ് ഒരു 10-40% അല്ലെങ്കിൽ 10% ഉള്ളൂ ഇത് സാധാരണ. ആൻഡ് ഇത് ശ്വാസകോശമല്ലാതെ മറ്റു ഭാഗങ്ങളിലെ TB ആണ് എക്സ്ട്രാ പൾമോണറി TB എന്ന് പറയുന്നത്. ഇനി പൾമോണറി TB തന്നെ 2 തരം ഉണ്ട്, 2 ടൈപ്സ് ഉണ്ട്. ആദ്യത്തേത് പ്രൈമറി ട്യൂബർകുലോസിസ് ആണ് ആദ്യത്തേത്. സോ ഇവിടെ ആദ്യമായി TB ട്യൂബർക്കുൽ ബാസിലെ ശരീരത്തിലെത്തുന്നു. ഇനീഷ്യൽ എക്സോജീനസ് ശരീരത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരു ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നതാണ് ഈ പ്രൈമറി ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തത് ഈ സെക്കൻഡറി ട്യൂബർകുലോസിസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ലേറ്റ് പ്രൈമറി TB എന്നും നമ്മൾ വിളിക്കും. പ്രധാനമായിട്ടും നമ്മൾ സെക്കൻഡറി TB എന്നാണ് വിളിക്കുക. സോ ഇത് എക്സോജീനസ് പുതുതായിട്ട് ഇൻഫെക്ഷൻ വന്നതായിരിക്കാം പുറത്തുനിന്ന്, അല്ലെങ്കിൽ എൻഡോജീനസ് ശരീരത്തിൽ നേരെ ഉണ്ടായിരുന്നു, അത് ആക്ടിവേഷൻ ആയിരിക്കാം. എൻഡോജീനസ് ആക്ടിവേഷൻ മൂലമാകാം. നേരത്തെ TB ഉള്ളവരിൽ ഇപ്പോൾ വീണ്ടും ഒരു ഇൻഫെക്ഷൻ കൂടി വരികയോ അല്ലെങ്കിൽ അത് കൂടുതൽ ആക്ടിവേഷൻ ഉണ്ടാവുന്നതാണ് സെക്കൻഡറി TB. ഡോർമന്റ് ആയിട്ട് കിടക്കുന്നത് ആക്ടിവേറ്റഡ് ആകുന്നതായിരിക്കാം. ഇനി പ്രൈമറി TB മിക്കവാറും കൂടുതലായിട്ട് കാണുന്നത് കുട്ടികളിലാണ്, ചിൽഡ്രനിലാണെങ്കിൽ. സെക്കൻഡറി TB കാണുന്നത്
കാണുന്നത് കൂടുതലായിട്ട് മുതിർന്നവരിലാണ്, അഡൽട്സിലാണ്. ഇനി എവിടെയാണ് ഇതിന്റെ ലീഷൻസ്, സബ്പ്ലൂറൽ ലീഷൻസ് കാണുന്നതെന്ന് വെച്ചാൽ പ്രൈമറി TB ആണെങ്കിൽ നമുക്ക് ലങ്സ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ 2 ലോബുള്ളത് 3 ലോബുകളൊക്കെ ഉണ്ട്. സോ 3 ലോബ് ഇതാണെങ്കിൽ പ്രൈമറി TB ഉണ്ടാകുന്നത് അപ്പർ പാർട്ട് ഓഫ് ദ ലോവർ ലോബ്, അപ്പർ പാർട്ട് ഓഫ് ദ ലോവർ ലോബ്, ലോവർ ലോബിന്റെ അപ്പർ പാർട്ടിലും ലോവർ പാർട്ട് ഓഫ് ദ അപ്പർ ലോബ്, ലോവർ പാർട്ട് ഓഫ് ദ അപ്പർ ലോബ്. അപ്പോൾ ഈ ലോബിന്റെ ഏകദേശം ഈ നടുവിലൊക്കെ ആയിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. പക്ഷെ സെക്കൻഡറി TB ആണെങ്കിലോ, സെക്കൻഡറി TB കാണുന്നത് എപ്പിക്കൽ ഓർ പോസ്റ്റീരിയർ സെഗ്മെന്റ്സ് ഓഫ് അപ്പർ ലോബ്. സെക്കൻഡറി TB മിക്കവാറും അപ്പർ ലോബിന്റെ ഇവിടെയും പുറകുവശത്തൊക്കെ ആയിട്ടായിരിക്കും കാണുക എന്നുള്ളതാണ്. കാരണം അപ്പർ ലോബിലാണ് ഓക്സിജൻ ടെൻഷൻ കൂടുതലുള്ളത്, അപ്പർ ലോബിലാണ്, അതുകൊണ്ട് അവിടെ ആയിരിക്കും കാണുക. ഇനി പ്രൈമറി TBയിൽ പ്രധാനമായിട്ട് കാണുന്നത് ഗോൺസ് കോംപ്ലക്സ് ആണ്. ഗോൺസ് കോംപ്ലക്സ് അല്ലെങ്കിൽ പ്രൈമറി കോംപ്ലക്സ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. ഇതിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് വെച്ചാൽ ആദ്യത്തേത് ഒരു ചെറിയ ഏരിയ ഓഫ് ഗ്രാനുലോമ ഫോർമേഷൻ, ഗ്രാനുലോമ ഉള്ള ഒരു ഭാഗം ഉണ്ട്, അല്ലെങ്കിൽ ഫൈബ്രോട്ടിക് നോഡുലാർ ലീഷൻ ഉള്ള ഒരു ഭാഗമുണ്ട്. ആൻഡ് ഇതിനെ നമ്മൾ ഗോൺസ് ഫോക്കസ് എന്നാണ് വിളിക്കുക. രണ്ടാമത് ഉള്ളത് അവിടെയുള്ള ലിംഫാറ്റിക്സ് ആർ ഡയലേറ്റഡ് ആണ് എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത് ഇവിടെ ഉള്ളത് ഹൈലാർ ലിംഫ് അഡിനോപതി അല്ലെങ്കിൽ പെരിഹൈലാർ ലിംഫ് നോഡ്സ് ആർ എൻലാർജ്ഡ് അല്ലെങ്കിൽ പെരിഹൈലാർ നെക്രോസിസ് കാണാം. സോ ഇത് മൂന്നും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ ഗോൺസ് കോംപ്ലക്സ് അല്ലെങ്കിൽ പ്രൈമറി കോംപ്ലക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ 3 സംഭവങ്ങൾ കൂടി ചേരുന്നതാണ്. പിന്നീട് ഈ ഗോൺസ് കോംപ്ലക്സ് വിൽ ഗെറ്റ് കാൽസിഫൈഡ് ആകും. കാൽസിഫൈ ആയി കഴിയുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് റാങ്ക്സ് റാങ്ക്സ് കോംപ്ലക്സ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. അപ്പോൾ സെക്കൻഡറി TBയിൽ എന്താണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈമൺസ് ഫോക്കസ് എന്ന് നമുക്ക് വിളിക്കാം. സിമോൺ ഫോക്കസ് എന്ന് വെച്ചാൽ അപെക്സ് ഓഫ് ദ ലോബിന്റെ അപെക്സിൽ കാണുന്നതാണ്. ഇത് ഹെമറ്റോജീനിയസ് സ്പ്രെഡ് ഓഫ് TB ഫ്രം ഡിഫറെന്റ് പാർട്സ്, മറ്റു ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ട് അത് ഇവിടെ എത്തുന്നതാണ് ഈ സിമോൺസ് ഫോക്കസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉണ്ടാവുന്നത് എസ്മാൻ കോംപ്ലക്സ് എന്ന് പറയുന്ന സംഭവമാണ് രണ്ടാമത് കാണുക. അപ്പർ ലോബിലാണ് സംഭവം കാണുക. അപ്പർ ലോബിൽ ടിഷ്യൂ ഡിസ്ട്രക്ഷൻ അണ്ടർഗോയിങ് ദ നെക്രോസിസ്. സോ കാൽസിഫൈഡ് ആയിട്ടുള്ള നോഡ്യൂൾസ് കാണാം. ആൻഡ് ദിസ് ഇസ് റീആക്ടിവേറ്റഡ് സിമോൺ ഫോക്കസ് വിത്ത് സെൻട്രൽ കേഷിയേറ്റിംഗ് കാൽസിഫിക്കേഷൻ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഈ എസ്മാൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സെക്കൻഡറി TBയിൽ ലിംഫ് നോഡ് ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ലിംഫ് നോഡ് ഇൻവോൾവ്മെന്റ് എന്ന് നമുക്ക് പറയാം. ആൻഡ് പ്രൈമറിയും സെക്കൻഡറിയിലും ഏതാണ് മോർ ഇൻഫെക്ഷ്യസ് എന്ന് വെച്ചാൽ സെക്കൻഡറി TB ഈസ് മോർ ഇൻഫെക്ഷ്യസ്. രോഗം മറ്റുള്ളവരിലേക്ക് പകരാനുള്ള ചാൻസ് ഒക്കെ കൂടുതൽ ഇവരിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയണം. ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മിക്കവാറും ഒക്കെ സെയിം ആണ് 2 കേസിലും. അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് സാധാരണ ചിലപ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ അസിംറ്റോമാറ്റിക് ആയിരിക്കും. ദെൻ പനി ഉണ്ടാകാം. പിന്നെ ഉള്ളത് നമുക്കറിയാം TB തന്നെ പ്രൊഡക്റ്റീവ് കഫ് ഉണ്ടാകാം. ദെൻ നൊക്ടേണൽ കഫ് ഉണ്ടായിരിക്കാം. ആദ്യകാലത്ത് ചിലപ്പോൾ ഡ്രൈ ആയിരിക്കാം. ദെൻ വിത്ത് മ്യൂക്കസ് ധാരാളമായിട്ട് വരും. ദെൻ ഇറ്റ് മേ ബി വിത്ത് ഓർ വിത്തൗട്ട് ബ്ലഡ് ഉണ്ടായിരിക്കാം. ബ്ലഡ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹെമറ്റൈപ്സിസ് എന്നാണ് നമ്മൾ വിളിക്കുക. ദെൻ ഫീവർ ഉണ്ടായിരിക്കും. ഫീവർ ആൻഡ് ഓൾസോ നൈറ്റ് സ്വെറ്റ്സ് ഉണ്ടായിരിക്കാം. ദെൻ തളർച്ച, ക്ഷീണം, ഫറ്റീഗ് ഉണ്ടായിരിക്കും. വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കും. ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, വിശപ്പൊക്കെ വളരെ കുറവായിരിക്കാം. ദെൻ ഒക്കേഷണലി ചെസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കാം ബിക്കോസ് ഫ്ലൂയിഡ് അറൌണ്ട് ദ ലങ്സ് ഉണ്ടായിരിക്കാം. ദെൻ എൻലാർജ്ഡ് ലിംഫ് നോഡ്സ് ഒക്കെ മൂലം ആയിരിക്കാം ഇത് സംഭവിക്കുക. ദെൻ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഓർ ബ്രീത്തിങ്ങിനുള്ള ബുദ്ധിമുട്ട്, ഡിസ്നിയ എന്ന് നമുക്ക് പറയാം. സോ ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അപ്പൊ ഇനി നമുക്ക് എക്സ്ട്രാ പൾമണറി TBയെ കുറിച്ച് പറയാം. ഒരു 10%, ചിലപ്പോൾ 40% വരെയൊക്കെ കേസുകൾ വരുന്നത് എക്സ്ട്രാ പൾമണറി ആണ്. ഡിപ്പെൻസ് അപ്പോൺ സൈറ്റ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്യൂബർക്കുലോസ് ഉണ്ടാകാം. ഏറ്റവും പ്രധാനം നമ്മൾ സൈറ്റ് വെച്ചിട്ട് ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ ആദ്യം പറയും, ഏറ്റവും കുറവുള്ളത് അവസാനം പറയാം. 1 ഈസ് ട്യൂബർക്കുലസ് ലിംഫ് അഡിനൈറ്റിസ് എന്ന് പറയുന്ന TB ആണ് ഏറ്റവും കൂടുതലുള്ളത്. മോസ്റ്റ് കോമൺ ഇതാണ്. ഇതിന്റെ സൈറ്റ് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ സെർവിക്കൽ ഓർ സുപ്രാക്ലാവിക്കുലാർ ലിംഫ് നോഡ്സിൽ വരുന്നതാണ്. ദാറ്റ് ഈസ് പെയിൻലെസ് സ്വെല്ലിംഗ് ഇൻ ദ നെക്ക് റീജിയൻ. കഴുത്തിന്റെ
ഇതിൻ്റെ ഇപ്പോൾ തലയാണെങ്കിൽ ഇത് കഴുത്താണെങ്കിൽ ഇവിടെ ആയിട്ട് കാണപ്പെടുന്നതാണ് ഇത്. ആൻഡ് രണ്ടാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ TB ആണ്. ഇത് കാണപ്പെടുന്നത് പ്ലൂറൽ എഫ്യൂഷൻ ആയിട്ടാണ്, സീൻ ആസ് പ്ലൂറൽ എഫ്യൂഷൻ ആൻഡ് പ്ലൂറ ഓഫ് ദ ലങ്സിലാണ് ഇത് എഫക്ട് ചെയ്യുക. ഇനി മൂന്നാമത്തത് TB ഓഫ് അപ്പർ എയർവേസിലാണ്. അപ്പർ എയർവേസ് എന്ന് പറയുമ്പോൾ ലാരിങ്സ് ആകാം, ഫാരിങ്സ് ആകാം, എപ്പിഗ്ലൂട്ടിസ്, അവിടെയൊക്കെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദം വ്യത്യാസം വരും. ഇപ്പൊ നമ്മൾ ഹോഴ്സ്നെസ് ഓഫ് ദ സൗണ്ട് എന്ന് പറയും, ഡിസ്ഫോണിയ ശബ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. ദെൻ ക്രോണിക് പ്രൊഡക്റ്റീവ് കഫ്, ഭയങ്കരമായിട്ടുള്ള ചുമ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. നാലാമത്തത് ജെനിറ്റോ യൂറിനറി ട്യൂബർകുലോസിസ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി റീനൽ, കിഡ്നിയിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ റീനൽ ട്യൂബർകുലോസിസ് എന്ന് പറയും. ദെൻ രണ്ടാമത്തത് ജെനിറ്റൽ എന്ന് പറയുമ്പോൾ ഫീമെയിൽസിലാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക ഫാലോപ്പിയൻ ട്യൂബിൽ എഫക്ട് ചെയ്യാം. ദെൻ ഓൾസോ ദ എൻഡോമെട്രിയം, അവിടെയൊക്കെയാണ് എഫക്ട് ചെയ്യുക. മെയിലാണെങ്കിൽ ഇത് എഫക്ട് ചെയ്യുന്നത് എപ്പിഡിഡിമിസിലാണ്, എപ്പിഡിഡിമിസിനാണ് ഇത് കൂടുതലായിട്ട് മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അഞ്ചാമത്തെ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് സ്കെലിറ്റൽ ട്യൂബർകുലോസിസ് ആണ്. പ്രത്യേകിച്ച് വെയിറ്റ് ബിയറിംഗ് ആയിട്ടുള്ള ജോയിന്റ്സിലാണ് ഉണ്ടാകുക. വെർട്ടിബ്രയിൽ സ്പൈനിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ പോട്സ് ഡിസീസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. സോ സെപ്സസ് ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷനാണ്, മുതുകിൽ കൂനൊക്കെ പോലെ. ദെൻ ക്യാൻ ബി ഹാപ്പൻ ഇൻ ദ ഹിപ്സ്, ദെൻ ഓൺ ദ നീസിൽ ഒക്കെ ഉണ്ടാകാം. ആൻഡ് അടുത്തത് ട്യൂബർകുലോസിസ് ആറാമത്തത് ഓഫ് ദ CNS ബാധിക്കുന്ന TB ആണ്. അപ്പോൾ അതിൽ കുട്ടികളിലാണ്. ദിസ് ഇസ് മോർ ഇൻ ചിൽഡ്രൻ. മെനിഞ്ചൈറ്റിസ് ആണ് ഏറ്റവും കൂടുതൽ ട്യൂബർകുലസ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം. ദെൻ ട്യൂബർകുലോമ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് CNS എഫക്ട് ചെയ്ത് ഉണ്ടാവുക. മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണങ്ങളൊക്കെ കാണും. ദെൻ പിന്നെയുള്ളത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്യൂബർകുലോസിസ് ഉണ്ട്. ആൻഡ് ഇത് പ്രധാനമായിട്ട് കാണുന്നത് ടെർമിനൽ ഇലിയത്തിലും ആൻഡ് ഓൾസോ സീക്കത്തിലും ടെർമിനൽ ഇലിയത്തിലാണ് ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുക. ആൻഡ് ഇത് ഉണ്ടാകുന്നത് സ്പ്യൂട്ടം സ്പാളോ ചെയ്യുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫെക്റ്റഡ് കൗ മിൽക്ക് ഒക്കെ കഴിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് സ്പ്രെഡ് വഴിയും ആകാം. എട്ടാമത്തെ എന്ന് പറയുന്നത് ക്യൂട്ടേനിയസ് ട്യൂബർകുലോസിസ് ആണ്. ആൻഡ് ഇത് സ്കിന്നിൽ രണ്ട് ഫോമിൽ ഉണ്ടാകാം. വൺ ഈസ് ആദ്യത്തെ എന്ന് പറയുന്നത് സ്ക്രോഫുലോഡെർമ എന്നാണ് നമ്മൾ വിളിക്കുക. ആൻഡ് ദിസ് ഇസ് ആൻ എക്സ്റ്റൻഷൻ, ഡയറക്റ്റ് എക്സ്റ്റൻഷൻ ഫ്രം ദ അണ്ടർലൈങ് ട്യൂബർകുലോസിസ് ഓഫ് ദ ലിംഫഡനൈറ്റിസ് നമ്മൾ ആദ്യം പറഞ്ഞു, അവിടെ നിന്ന് മുഖത്തേക്ക് വ്യാപിക്കുന്നതാണ് സ്ക്രോഫുലോഡെർമ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലൂപ്പസ് വൾഗാരിസ് ആണ്. ലൂപ്പസ് വൾഗാരിസ് ഫീമെയിലിൽ ഉണ്ടാവുന്നതാണ്. ആപ്പിൾ ജെല്ലി നോഡ്യൂൾസ് ഇൻ ദ ഫേസ് ഓഫ് ദ ഫീമെയിൽസിൽ ഉണ്ടാവുന്നതാണ് ലൂപ്പസ് വൾഗാരിസ്. ആൻഡ് ഫൈനൽ വൺ, അപ്പോൾ എട്ടാമത്തെ, ദാറ്റ് ഈസ് മിലിയറി ട്യൂബർകുലോസിസ് ആണ് അവസാനത്തെ, അല്ലെങ്കിൽ ഡിസെമിനേറ്റഡ് ട്യൂബർകുലോസിസ് എന്ന് വിളിക്കാം. ഇത് സാധാരണ HIV ഇൻഫെക്റ്റഡ് പീപ്പിളിലൊക്കെയാണ് കൂടുതൽ. ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള 1 to 2 millimeters ഒക്കെ ഉള്ള ഗ്രാനുലോമാറ്റസ് ലീഷൻസ് കാണുന്നതാണ്. അത് ഏകദേശം ഒരു മില്ലറ്റ് സീഡ് പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മിലിയറി എന്ന പേര് നമ്മൾ വിളിക്കുക. വേരിയസ് ഓർഗൻ, ശരീരത്തിലെ മിക്കവാറും ഏതെങ്കിലും ഓർഗനിലൊക്കെ വരാം. ആൻഡ് ദിസ് ഇസ് ബൈ ഹെമറ്റോജീനസ്, ബ്ലഡിലൂടെയുള്ള ബ്ലഡ് വഴിയാണ് ഉണ്ടാവുന്നത്. സോ ഇതെല്ലാമാണ് എക്സ്ട്രാ പൾമണറി ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞു. സോ ആൻഡ് ഇനി നമുക്ക് പറയേണ്ടത് ഇവിടെ ടെസ്റ്റ്, ഐഡന്റിഫിക്കേഷൻ, കൾച്ചർ മീഡിയ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മൈക്രോബയോളജി വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ട്യൂബർകുലോസിസ്. സോ ഈ രണ്ട് ഭാഗത്തോടുകൂടി ട്യൂബർകുലോസിന്റെ കാര്യം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.